ചിറ്റൂരിൽ CITU പ്രവർത്തകൻ ജിതിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളുടെ ഇടതുബന്ധം തള്ളി ഡിവൈഎഫ്ഐ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി ബി നിസാം. കേസിലെ 4 പ്രതികളായ മിഥുനും സുമിത്തും 3 മാസം മാത്രമായിരുന്നു ഡിവൈഎഫ്ഐയിൽ ഉണ്ടായിരുന്നതെന്ന് നിസാം പറഞ്ഞു. ഈ സമയത്തെ പോസ്റ്ററാണ് നിലവിൽ പ്രചരിക്കുന്നതെന്നും നിസാം വ്യക്തമാക്കി. പാതവില തട്ടിപ്പിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് കോൺഗ്രസ്. മന്ത്രിയും മന്ത്രിയുടെ PAയും തട്ടിപ്പിൽ നേരിട്ടിടപെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് സുമേഷ് അച്യുതൻ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ചിറ്റൂരിൽ സീഡ് സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പ്രേംകുമാറിന്റെ വീട്ടിലാണെന്ന് പറഞ്ഞ ഇദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട രേഖകളും പുറത്തുവിട്ടു. മന്ത്രി രാജിവെക്കണമെന്നും ജുഡീഷ്യൽ അന്വേഷണം നേരിടണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആരോപണങ്ങൾ മന്ത്രിയുടെ സ്റ്റാഫ് പ്രേംകുമാർ തള്ളി. സംഭവവുമായി തനിക്കോ മന്ത്രിക്കോ ബന്ധമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ നടന്നത് ക്രൂരമായ റാഗിംഗ്. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസാണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിനും റാഗിംഗ് പരാതി നൽകിയിരിക്കുന്നത്. തുടർന്ന് അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. 3ാം വർഷ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെയാണ് പരാതി. സീനിയർ വിദ്യാർത്ഥികൾ തന്നെ മുറിയിൽ കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതിക്കാരൻ പറഞ്ഞു. SFI പ്രവർത്തകരാണ് മർദ്ദിച്ചത്. കാൽമുട്ടിൽ നിലത്തു നിർത്തിയായിരുന്നു മർദ്ദനം. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ വെള്ളം തന്നുവെന്നും ഷർട്ട് വലിച്ചു കീറിയെന്നും പരാതിക്കാരൻ വ്യക്തമാക്കി. പാലക്കാട് പോത്തുണ്ടി സജിത വധക്കേസിൽ പ്രതി ചെന്താമരയുടെ ജാമ്യം റദ്ദാക്കി കോടതി. പാലക്കാട് സെഷൻസ് കോടതിയുടേതാണ് നടപടി. ചെന്താമര ജാമ്യവ്യവസ്ഥ പൂർണ്ണമായും ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു സജിതയുടെ ഭർത്താവ് സുധാകരനെയും ഭർത്തൃമാതാവ് ലക്ഷ്മിയെയും ചെന്താമര വെട്ടിക്കൊലപ്പെടുത്തിയത്. മാനന്തവാടി കമ്പമല വനപ്രദേശത്ത് വീണ്ടും കാട്ടുതീ പടർന്നു. ഇന്നലെ തീ പടർന്ന അതേ പ്രദേശത്ത് തന്നെയാണ് ഇന്നും വീണ്ടും കാട്ടുതീ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സും സംഘവും വനപാലകരും സ്ഥലത്ത് തീയണക്കാൻ ശ്രമിക്കുകയാണ്. അതിനിടെ തലപ്പുഴയിലെ തീപിടുത്തത്തിൽ ദുരൂഹതയുണ്ടെന്നും സ്വാഭാവിക തീയല്ല പടരുന്നതെന്നും മാനന്തവാടി DFO മാർട്ടിൻ ലോവൽ പ്രതികരിച്ചു. ആരോ കത്തിച്ചെങ്കിൽ മാത്രമേ തീ ഇത്തരത്തിൽ പടരുകയുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമനത്തിൽ തന്റെ വിയോജനക്കുറിപ്പ് പുറത്തുവിട്ട് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എക്സിക്യൂട്ടീവിന്റെ ഇടപെടൽ പാടില്ലെന്നാണ് BR അംബേദ്കർ വിഭാവനം ചെയ്തത്. സുപ്രീംകോടതി നടപടികൾക്ക് വിരുദ്ധമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനമെന്നും അദ്ദേഹം പറഞ്ഞു. വിയോജനക്കുറിപ്പ് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ രൂക്ഷ വിമർശനവുമായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ചൂണ്ടിക്കാട്ടി മൃത്യുകുംഭാണ് നടക്കുന്നതെന്ന് മമത കുറ്റപ്പെടുത്തി. VIPകൾക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ പാവപ്പെട്ടവർക്ക് ആവശ്യ സൗകര്യങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്ന് മമതാ ബാനർജി ആരോപിച്ചു. ഇന്ത്യാസ് ഗോട്ട് ലാറ്റിൽ നിന്ന് യൂട്യൂബ് ഷോക്കിടെ നടത്തിയ പരാമർശങ്ങളുടെ പേരിൽ വിവാദത്തിലായ യൂട്യൂബർ രൺവീർ അലബാദിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീംകോടതി. പരിപാടിക്കിടെ മത്സരാർത്ഥികളോട് രൺവീർ ഉപയോഗിച്ച വാക്കുകൾ ലജ്ജിപ്പിക്കുന്നതാണെന്ന് കോടതി വിമർശിച്ചു. വികൃതമായ മനസ്സുള്ളതുകൊണ്ടാണ് ഇത്തരം വാക്കുകൾ പ്രയോഗിക്കുന്നതെന്നും സുപ്രീം കോടതി വിമർശിച്ചു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഇന്ത്യ ഖത്തർ ബന്ധം തന്ത്രപ്രധാന ബന്ധമായി ഉയർത്താൻ ധാരണ. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് ഈ ധാരണയിലെത്തിയത്. ഇത് സംബന്ധിച്ച കരാറിൽ ഇരു നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനിയും വിദേശകാര്യമന്ത്രി S ജയശങ്കറും ഒപ്പുവെച്ചു. ഇരട്ട നികുതി ഒഴിവാക്കാനുള്ള കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു. രഞ്ജി ട്രോഫി സെമിഫൈനലിൽ ഗുജറാത്തിന്റെ ബൌളിംഗ് കരുത്തിനെ വിറപ്പിച്ച് കേരളം. 2ാം ദിനം മുഹമ്മദ് അസ്റുദ്ദീൻ സെഞ്ചുറിയുമായി തിളങ്ങിയപ്പോൾ കേരളത്തിന്റെ സൂപ്പർമാൻ സൽമാൻ നിസാർ അർദ്ധ സെഞ്ചുറി നേടി. ക്ഷമയോടെ ഓരോ പന്തുകളും പ്രതിരോധിച്ചായിരുന്നു സൽമാൻ നിസാറിന്റെ അർദ്ധ സെഞ്ചുറി.